12ാം ഭാവത്തിൽ കേതു നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ 12ാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ നോക്കണം. പിന്നീട് കേതുവിന്റെ കാരകത്വങ്ങൾ നോക്കണം. ഇതിന്റെ രണ്ടിന്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയോണേ. പിന്നീട് ഏത് രാശിയാണെന്ന് നോക്കണം. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തേച്ചാണ് നമ്മൾ ഫലങ്ങൾ പറയുന്നത്. ഏത് ഗ്രഹം ഏത് രാശിയിലോ ഭാവത്തിലോ നിന്നാലും ഇങ്ങനെയാണ് നമ്മൾ ഫലങ്ങൾ പറയേണ്ടത്. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേതു എപ്പോഴും ഒരു വിഘടനത്തിന് അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ്. ചിലർ പറയും അത് ആ തടസ്സം സൃഷ്ടിച്ച് അതിൽ നിന്നെല്ലാം നമ്മളെ മുക്തമാക്കുന്ന ഗ്രഹമാണെന്ന്. എങ്ങനെയായാലും കേതു തടസ്സം സൃഷ്ടിക്കും. ഇപ്പോൾ 12ാം ഭാവത്തിന് എന്തൊക്കെ ഒരു കുഴപ്പങ്ങളുണ്ടെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം കുറയ്ക്കും കേതു. നമ്മൾ ഇതിൽ നോക്കുന്നത് കേതു ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ്. കേതുവിൻ്റെ ഒപ്പം വേറൊരു ഗ്രഹം വരുമ്പോൾ ആ ഫലങ്ങളെല്ലാം വേറെ രീതിയിൽ പോകുമേ. ഈ കേതുവും രാഹുവും ഛായാഗ്രഹങ്ങളാണ്. അപ്പോൾ അവ എല്ലാത്തിലും ഒരു നിഴല് വീഴിക്കും. ആ നിഴല് വീഴുമ്പോൾ നമുക്കൊന്നും നല്ലതുപോലെ കാണാൻ പറ്റുകയില്ലല്ലോ, എന്തോ ഒരു മറ. അങ്ങനെ ആണ് ഈ കേതുവും രാഹുവും പെരുമാറുന്നത്. രാഹു ആണെങ്കിൽ കൂട്ടുന്ന ഗ്രഹമാണെങ്കിൽ കേതു കുറയ്ക്കുന്ന ഗ്രഹമാണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ കേതുവിന് തല പോയിട്ട് രാഹുവിന് തലയുണ്ട്, ഉടലില്ല. അങ്ങനെയാണ്. പലരും പറയും ഈ ഗ്രഹങ്ങൾക്ക് അത്ര ഇഫക്റ്റ് ഒന്നും ഇല്ലെന്നും. അത് ശരിയല്ല, വളരെയധികം ഇഫക്റ്റ്, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് ഉള്ളത് ഇവയ്ക്ക് തന്നെയാണ്. ഗ്രഹണങ്ങൾ, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഉണ്ടാകുന്നത് ഈ കേതുവും രാഹുവും ഒക്കെ കൊണ്ടല്ലേ. അതുപോലെ തന്നെ ഇവ നിൽക്കുന്ന രാശിയിലും ഏത് ഗ്രഹത്തിനോടൊപ്പം നിൽക്കുന്നു ആ ഗ്രഹങ്ങൾക്കെല്ലാം ഇവരൊരു ഗ്രഹണം കൊണ്ടുവരും, അതായത് ഒരു മറ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ഫലങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആപ്റ്റായിട്ട് പറയാൻ പറ്റുമേ. പിന്നെ ഈ കേതു ഇപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോഴേ നമ്മൾ കേതു ആ 12 നിൽക്കുന്നതെന്ന് കണ്ടാൽ ഉടനെ തന്നെ ഇവർക്ക് അന്ന് തൊട്ടേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മെഡിസിനൊക്കെ കൊടുക്കുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ടാണോ, മെഡിക്കേഷനൊക്കെ കറക്റ്റായിട്ടാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് വെച്ചാണെങ്കിൽ ഈ കട്ടിലൊക്കെ കിടത്തുമ്പോഴാകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ താഴോട്ട് വീഴാനുള്ള സാധ്യതകളെല്ലാം മാറ്റണം. പിന്നെ ഈ കുഞ്ഞുങ്ങൾ പൊക്കത്തിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയണം. പിന്നെ മുറിവുകൾ ചതവുകളൊന്നും ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. ഇങ്ങനെയുള്ളവർ ഒരു കാരണവശാലും തർക്കത്തിനൊന്നും പോകരുത് ആരുടെയും കൂടെ. അതുപോലെ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. മരുന്ന്, ആയുധം, പിന്നെ പൊക്കത്തിൽ നിൽക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. അതായത് ഇപ്പം പെട്ടെന്ന് കാല് വഴുതി വെള്ളത്തിലോട്ട് വീഴുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല. ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് പോവുക, അങ്ങനെ ആ പൊക്കത്തിലൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അത് ആ ദശ അപഹാരമൊക്കെ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവർക്ക് ഇതെല്ലാം ഒരു ഭയമായിട്ട് ഉള്ളിൽ കാണും. അങ്ങനെയുണ്ട്, 2 ചാൻസസ് ആണ്. അപ്പോൾ ഇവർക്ക് വഴക്കൊക്കെ കാണുമ്പോൾ ഭയം വരും, അല്ലെങ്കിൽ പൊക്കത്തിൽ കയറുമ്പോൾ ഭയം വരും, പിന്നെ വലിയ വലിയ ദുസ്വപ്നങ്ങളൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേ അതിന് പല വശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അത് കേൾക്കുമ്പോഴേ അങ്ങ് പേടിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ അതിനനുസരിച്ച് പ്രാർത്ഥനകളും പ്രതിവിധികളും എടുക്കുകയാണ് വേണ്ടുന്നത്. പിന്നെ ഏത് രാശിയിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് ഉള്ള പ്രതിവിധികളും കൂടി എടുക്കണം. ഇപ്പം ജലരാശിയാണെങ്കിൽ ജലത്തിൽ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം വീട്ടിലൊരു ബക്കറ്റ് വെള്ളം വെച്ചിരുന്നാൽ പോലും കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് പേരുടെ ജാതകത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞുനാളിലൊക്കെ വെള്ളത്തിൽ വീണിട്ട് രക്ഷപ്പെട്ടവരുണ്ട്. നമുക്ക് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ നമ്മുടെ നാൾ വെച്ചൊക്കെ പൂജ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു 90% രക്ഷപ്പെടുകയാണ് ചെയ്യാറ്. ഇപ്പോൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികളൊക്കെ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് ഊന്ന് താഴോട്ട് വീഴും, പക്ഷെ അവരെ താങ്ങാൻ ഒരു കൈ കാണും താഴെ. അതുപോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴും, അവരെ രക്ഷിക്കാൻ ആൾക്കാർ കാണും. അതാണ് ഈ പ്രതിവിധികൾ ചെയ്യുക അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു നേട്ടം. അല്ലാതെ എൻ്റെ ഗ്രഹസ്ഥിതികൾ പറയുന്ന ഇതാണ്, ഇത് എനിക്ക് സംഭവിച്ചേ തീരത്തുള്ളൂ, ഇതെൻ്റെ വിധിയാണ്, ഇത് മാറ്റാൻ കഴിയുകയില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ശാസ്ത്രത്തിന്റെ കാര്യം എന്താണ്? ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവാന് ഗ്രഹങ്ങളെ മാറ്റാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറുകയാണ് വേണ്ടുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ഭാഗമല്ലേ 12ാം ഭാവം. അതുപോലെ ഹോസ്പിറ്റല്, ബെഡ്റൂം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട ഭാവം കൂടിയാണ് 12ാം ഭാവം. അപ്പോൾ ഇവർക്ക് സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ ഒരു പ്രത്യേക താല്പര്യം കാണും. ചിലർക്ക് ഒട്ടും കാണാതെ ഇരിക്കും. അത് നെഗറ്റീവും പോസിറ്റീവും കേതുവിൻ്റെ അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ചിലർക്കാണെങ്കിൽ ഉറക്കമേ കാണുകയില്ല, ഉറക്കത്തിൽ ദുസ്വപ്നമൊക്കെ കണ്ട്, നല്ല ഉറക്കം കാണുകയില്ല, ഉറക്കത്തിൽ ദുസ്വപ്നമൊക്കെ കണ്ട് എണീക്കുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ സംസാരിക്കുക, എണീറ്റ് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടുന്നത്. അല്ലാതെ അന്ധവിശ്വാസങ്ങളിൽ ചെന്ന് ചാടിക്കൊടുക്കരുത്. മിക്കവാറും ഇങ്ങനെ 12ൽ കേതു അല്ലെങ്കിൽ ചന്ദ്രനൊപ്പം കേതു ഒക്കെ ഉള്ളവരൊക്കെയാണ് ഈ അന്ധവിശ്വാസങ്ങളിൽ ചെന്ന് ചാടിക്കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത്.
നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ വിജയിക്കാൻ പറ്റാതെ നമ്മുടെ ഗ്രഹസ്ഥിതികൾ മൂലം മാത്രമാണ്, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രാഗിട്ടോ ഒന്നുമല്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ കണ്ണേറെന്നൊക്കെ പറയുന്നത് ഒരു 1-2 ദിവസത്തേക്കൊക്കെ ഒരു എഫക്റ്റ് കാണും. അത് തടയാൻ വേണ്ടിയല്ലേ നമ്മൾ കുങ്കുമപ്പൊട്ടും അല്ലാതെ കറുത്ത പൊട്ടും ഒക്കെ തൊടുന്നവരുണ്ട്. എന്നാലും കുങ്കുമപ്പൊട്ട് പോലും അതിനുള്ള ഒരു പ്രതിവിധിയാണ്. അപ്പോൾ ഇവർക്ക് ശയന സുഖം കാണുകയില്ല. ചിലപ്പോൾ അവര് നമുക്ക് എപ്പോഴും വഴി ഇത് വല്ല മുഖ്യമന്ത്രിമാരായാൽ പോലും അവര് ഈ എന്തെങ്കിലുമൊക്കെ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വഴിയിലൊക്കെ ഇങ്ങനെ മരത്തിന്റെ ചുറ്റിലൊക്കെ കിടക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവരുടെയൊക്കെ നോക്കിയാൽ മതി. അവരുടെയൊക്കെ ഇത് ചിലപ്പോൾ 12-ലായിരിക്കും. 12 എന്ന് പറയുമ്പോൾ ചന്ദ്രനിൽ നിന്ന് 12-ൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. എല്ലാവരുടെയും ജനസമയമൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ചന്ദ്രനിൽ നിന്ന് 12 വന്നാലും ഏകദേശം ഇതേ ഫലങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അച്ഛനമ്മമാരൊക്കെ എത്രയൊക്കെ സമ്പാദിച്ചിട്ടാലും അല്ലെങ്കിൽ ഇവർക്ക് നല്ല ജോലി ഉണ്ടായാലും ചിലരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരില്ലേ? അവരുടെ 12-ലും കേതു ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർക്കൊരു സമാധാനം കാണത്തില്ല, ഒരു മെന്റൽ പീസ് എന്ന് പറയുന്നത് ഇവർക്ക് കാണത്തില്ല. അപ്പോൾ ഇവർ അതിനു വേണ്ടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെ അവർക്ക് ആ ഭൗതിക സുഖങ്ങളിലൊക്കെയുള്ള താല്പര്യം എല്ലാം കുറഞ്ഞിട്ട് ആത്മീയത തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് ചിലപ്പോൾ അവരെ കാണുമ്പോൾ സഹതാപം തോന്നുമെങ്കിലും നമ്മളെക്കാളൊക്കെ ഒരുപാട് മാനസിക സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും അവർ. അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ റോഡിൽ ആരെങ്കിലും കണ്ടിട്ട് അയ്യോ അവരുടെ ജീവിതം ഇങ്ങനെയാണെന്ന് സഹതപിക്കുമ്പോൾ നമ്മളെക്കാളും ഒരുപാട് മാനസിക സന്തോഷം അനുഭവിക്കുന്നവരാകാം അവർ. അതല്ലേ പ്രധാനം, മാനസിക സന്തോഷം. എപ്പോഴും ടെൻഷൻ അടിച്ച് വലിയ കൊട്ടാരത്തിൽ താമസിച്ചതിനേക്കാളും ടെൻഷൻ ഇല്ലാതെ കുടിയിൽ താമസിക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് കടം കാണത്തില്ല, ഇവർക്ക് കടമായിരിക്കും, ഭയങ്കരമായ കടങ്ങൾ. അതിന്റെ ടെൻഷൻ, അല്ലെങ്കിൽ ഇനിയും മണ്ടയ്ക്കോട്ട് നമ്മളെക്കാളും മണ്ടയ്ക്ക് നിൽക്കുന്നവരെ കണ്ട് അവരെക്കാളും മണ്ടയ്ക്ക് പോകണം, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനുകൾ. ഈ 12 കേത് നിൽക്കുന്നവർക്ക് ഇതൊക്കെ കുറച്ച് കുറവായിരിക്കും. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയ കണക്ക് 1 കിട്ടിയിൽ 100 മതികളും 100 കിട്ടിയിൽ സഹസ്ര മതിയെ അങ്ങനെ പറയത്തില്ലേ? അതുപോലെ ആർക്കും തൃപ്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇവർ കൂടുതൽ പേരും അന്തർമുഖരായിരിക്കും. അവർക്ക് ഇപ്പൊ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അങ്ങനെ പ്രവർത്തിക്കാനൊക്കെ ആ ഒരു മടി കാണും എല്ലാത്തിനും. അതുപോലെയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഭയം കാണും, എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലും ഉള്ള ഒരു ഭയം. അതുമൂലമുള്ള ഉറക്കക്കുറവുകൾ കാണും. പലരും പറയുന്നത് മോക്ഷസ്ഥാനമായിട്ട് മോക്ഷം കിട്ടുമെന്നാണ്. ഒറ്റയ്ക്കിരിക്കാൻ ആയിരിക്കും ഇവർക്ക് എപ്പോഴും താല്പര്യം. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിനൊക്കെ ഇവർക്ക് വളരെയധികം പ്രയാസമായിരിക്കും. ഏതെങ്കിലുമൊക്കെ മലയുടെ മണ്ടയ്ക്ക് പോയി ഒറ്റയ്ക്കിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അതുപോലെ ഇവർക്ക് ശത്രുക്കളെ എളുപ്പം ജയിക്കാൻ കഴിയും. അതുപോലെ ഇവരെ എതിരിടുന്നവരെ എളുപ്പം ജയിക്കാൻ കഴിയും. ഇവരൊന്നും ചെയ്യേണ്ട, മറ്റൊരു പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരോട് നമ്മൾ എത്ര ഒന്നും എതിരിടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവര് രഹസ്യമായിട്ടെല്ലാം ചെയ്യാൻ താല്പര്യപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ പണം ചെലവാക്കുന്നതായാലും മറ്റുള്ളവരെ അറിയാതെ ചെയ്യാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. ഇവർക്ക് കുട്ടിക്കാലത്തെ കണ്ണിനൊക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള വിറ്റാമിൻ എ ഒക്കെ കൂടുതൽ കൊടുക്കുകയും പിന്നാണെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താൽ മതി. ആ കാഴ്ചക്കുറവ് നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. അതിനൊക്കെയുള്ള ചെറിയ ചെറിയ യോഗമുദ്രകളും ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ മതി. പലരും വിദേശത്ത് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, അല്ലെങ്കിൽ വിദേശ സഞ്ചാരം ഉണ്ടായിരിക്കും. പിന്നെ ആണെങ്കിൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ കേതു നല്ല കേതു അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ആശുപത്രിവാസമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നല്ല കേതുവാണെങ്കിൽ അങ്ങനെ വരില്ലേ, നല്ല കേതു അല്ലെങ്കിൽ. ഇതിനിപ്പം ശനിയൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. അതായത് യൂട്രസ് സംബന്ധമായ പ്രോബ്ലംസ് ഒക്കെ വളരെയധികം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഗർഭിണികളൊക്കെ ആയിരിക്കുമ്പോൾ വയറിന് ചുറ്റും വയറ്റ് വേദന പോലെ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് കേതു ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, കൂടെ ശനിയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം, കുജനാണെങ്കിൽ പിന്നെയും ശ്രദ്ധിക്കണം. ഈ സർജറി സംബന്ധമായ പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ കുഴപ്പങ്ങൾ വരാം. അതുപോലെ ഈ പീരീഡ്സ് ഒക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പങ്ങളൊക്കെ വരാം. ഇവരോട് ഇവരുടെ അമ്മാവൻ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മാവൻ സ്ഥാനത്തൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് അസൂയ കുശുമ്പൊക്കെ വന്നിട്ട് അവരുമായിട്ടൊക്കെ പല പല പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. വഴക്കുകൾ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് വെറും അസൂയയുടെ പുറത്തായിരിക്കും ഉണ്ടാകുന്നത്. കേതു ഓരോ രാശിയിൽ നിന്നാലും അല്ലെങ്കിൽ ഭാവത്തിൽ നിന്നാലും ആ ഭാവമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ഉയർച്ച വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 10ാം ഭാവത്തിൽ നിന്നാൽ നല്ല കഴിവായിരിക്കും, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കഴിവുകളായിരിക്കും. പക്ഷെ ജോലിയിൽ തടസ്സങ്ങൾ, ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ ഓരോ ഭാവത്തിൽ നിന്നാലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തൊട്ടേ നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവർക്ക് വലിയ നിർബന്ധ ബുദ്ധിയൊക്കെ കാണിക്കുക. പിന്നെ ചൂട് വളരുമ്പോഴൊക്കെ ജീവിതത്തോട് ഒരു വിരക്തി പോലെ സംസാരിക്കുക, ആത്മഹത്യാ പ്രവണതയൊക്കെ കാണിക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ നമ്മൾ അവർക്ക് മോട്ടിവേഷനും കൗൺസിലിങ്ങും ഒക്കെ കൊടുത്തിട്ട് അവർക്ക് ജീവിതത്തോടൊരു ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കാൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം.
മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ 12ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരിക്കാത്തുള്ള നഷ്ടങ്ങളൊക്കെ വരുത്താവുന്ന ഭാവമാണ്. അവിടെ അതേപോലെയുള്ള ഗ്രഹം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ അറിയാതെ ചിലപ്പോൾ വലിയ വലിയ കടത്തിലോട്ടൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരുടെ പേര് കുടുംബസ്വത്തൊക്കെ കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഇവർ. അല്ലെങ്കിൽ നമ്മൾ കൈ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഓട്ടക്കൈ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള കൈ ആണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. താനും ഇവരുടെ കയ്യിൽ നിൽക്കുകയില്ല. അത് 100% കറക്റ്റാണ്. എല്ലാത്തിലും എക്സെപ്ഷൻസ് കാണും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ ഗ്രഹത്തിന്റെ പ്രഭാവം മൂലമായിരിക്കും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നത്. എന്നാൽ നമ്മളൊന്ന് സൂക്ഷിക്കണം. നെഗറ്റീവ് കേതുവും പോസിറ്റീവ് കേതുവും ഉണ്ട്. പോസിറ്റീവ് കേതുവാണെങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവ് കേതുവാണെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഓരോ ഗ്രഹവും നമ്മുടെ ജാതകത്തിൽ ബലവാനല്ലെങ്കിൽ വരുന്ന ഫലങ്ങളൊക്കെ വീഡിയോയിൽ ഇട്ട് വരുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ഏത് ഗ്രഹമാണ് നമുക്ക് അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം എന്നറിയാനായിട്ട് ഓരോരോ സിംറ്റംസ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. കേതു 8ലോ 12ലോ 6ലോ ഒക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടാകും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മെഡിസിനൊക്കെ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം കേതു നമുക്ക് ഈ രോഗനിർണയത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ്. ഇതിന്റെ ഇന്റൻസിറ്റി കൂടിയിട്ട്, കേതു ഈ 12നുള്ളതിന്റെ ഇന്റൻസിറ്റി കൂടിയിട്ട് ചിലപ്പോൾ അവർ ഈ ലോകത്ത് ജീവിക്കുകയാണോ എന്നുള്ള സംശയം പോലും അവർക്ക് വരും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ, ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസ്, അതുപോലെയാണെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ കൂടോത്രം, ശത്രുദോഷം, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങളില്ലേ, ഈ ഭയങ്ങൾ സൃഷ്ടിക്കുന്നതിലും കേതുവിന് വലിയൊരു പങ്കുണ്ട്. കേതു ഇപ്പോൾ ചന്ദ്രന്റെ അടുക്കിയൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും ഭയങ്കര ആയിട്ടുള്ള ഒരു ടെൻഷനായിരിക്കും ഇവർക്ക് ജീവിതത്തെക്കുറിച്ച് തന്നെ. അങ്ങനെയൊക്കെ കാണാൻ മാനസികമായിട്ട് ബാലൻസ് ചെയ്യാൻ വളരെയധികം പ്രയാസപ്പെടും ഇവർ. അങ്ങനെയുള്ളവർ വാവ് വരുമ്പോഴും ഗ്രഹണം വരുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അതൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. ആ സമയങ്ങളിൽ മാത്രം ഒന്ന് സൂക്ഷിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് പറ്റുമെങ്കിൽ ലളിതാ സഹസ്രനാമം പോലെയൊക്കെയുള്ളത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ഉടനെ പോയി ലക്ഷക്കണക്കിന് പൂജ നടത്തുമൊന്നും അല്ല വേണ്ടുന്നത്. ബാധയാണെന്ന് പറഞ്ഞ് ബാധ ഒഴിപ്പിക്കാൻ നടക്കുകയല്ല വേണ്ടുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കുട്ടിക്കാലം തൊട്ടേ മുദ്രയോഗ, അതുപോലെയുള്ള ഇങ്ങനെ ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ ചെയ്തു വരികയാണെങ്കിൽ ഈ ദോഷങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കേതുവിന്റെ ഉച്ചരാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശി എന്നാണ് പറയുന്നത്. അപ്പോൾ വൃശ്ചികൻ രാശിയിൽ കേതു നിൽക്കുമ്പോൾ ഇങ്ങനെയൊന്നുള്ള ഫലങ്ങളായിരിക്കത്തില്ല. വളരെ നല്ല നല്ല ഫലങ്ങൾ, ഇവർ വലിയ റിസർച്ചേഴ്സ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള വലിയ ഹീലേഴ്സ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയുണ്ട്. അപ്പോൾ ഓരോ ഗ്രഹങ്ങൾ രാശിയിൽ നിന്നുള്ള ഫലങ്ങൾ പറയുമ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചോണേ. അതിലും കൂടെ പറയുമ്പോൾ ആവർത്തന വിരസത വരും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോഴേ പിന്നീട് അത് വരുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിലാണ് കേതു നിൽക്കുന്നതെങ്കിൽ ഇതെല്ലാം വേറെ രീതിയിലായി പോകും. കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ വൃശ്ചിക രാശിയിലാണെങ്കിൽ കൂടുതൽ പോസിറ്റീവുകളും, ഇടവൻ രാശിയിലാണെങ്കിൽ കൂടുതൽ നെഗറ്റീവുകളുമാണ് ഉണ്ടാകുക. അങ്ങനെ രാശിയും കൂടെ നമ്മൾ നോക്കിക്കോണം. അതായത് പോസിറ്റീവ് കേതു 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭക്തി മാർഗത്തിലോട്ട് കൂടുതൽ ചരിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായി വരികയും ചെയ്യുമ്പോൾ, നെഗറ്റീവ് കേതു ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആ ഭക്തി മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വലിയ വലിയ ഭയങ്ങൾ, ഫോബിയ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് മറ്റുള്ളവരെക്കാൾ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അപ്പോഴൊക്കെ പാൻഡമിക്കൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളണം. നല്ല ഈ രഹസ്യാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ദൂരെ മാറി താമസിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ ഹസ്തരേഖ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ കിട്ടുമ്പോൾ അങ്ങ് കൺഫ്യൂഷനായിരിക്കും. പോണോ വേണ്ട, എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും. ഒരു കൺഫ്യൂഷനായിരിക്കും. അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടായോ, അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ. പലപ്പോഴും പല ജോലികളും പകുതി ഒഴുകിയിട്ടെറിഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെയാണെങ്കിൽ ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഡിറ്റക്റ്റീവ്സ്, അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാമർഥ്യം ഇവർക്ക് പ്രത്യേകം കാണും. അതായത് രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, ഊഹിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, ഇതൊക്കെ ഇവർക്ക് കാണും. വിവാഹത്തിലൊക്കെ താല്പര്യം കുറവായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ അത് തകർന്നാലൊക്കെ ഇവർക്ക് സഹിക്കാൻ പറ്റുകയില്ല. അങ്ങനെയൊക്കെയുള്ള ഈ മാനസിക സ്ഥിതിയിലോട്ട് പോകും. അതൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വടക്കേന്ത്യയിലൊക്കെ പറയുന്ന ഒരു വലിയൊരു റെമഡി എന്ന് പറയുന്നത് കുറച്ച് പെരുംജീരകം എടുത്ത് ഒരു ചെറിയ കവറിലോ തുണിയിലോ എന്തെങ്കിലും ആക്കിയിട്ട് പൊതിഞ്ഞ് നമ്മുടെ തലേണീൻ്റെ അടിയിൽ വെക്കുക. കുറച്ച് മതി.
നമ്മുടെ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കത് നല്ല പോസിറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ആ റെമഡി നമ്മൾ പിന്തുടരാം. നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അതെല്ലാം എടുത്ത് വെളിയിൽ എവിടെയെങ്കിലും ശുദ്ധമായ സ്ഥലത്തങ്ങ് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ വെള്ളത്തിലൊഴുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ചെറിയ ഒരു പേപ്പറോ ഒരു തുണിയോ മതി, എത്രയും ചെറിയ ഒരു സ്പൂൺ പെരിഞ്ജീരകം മതി. ആഹാര പദാർത്ഥങ്ങൾ വേസ്റ്റ് ആക്കരുതെന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെയാണെങ്കിൽ നമ്മൾ ഈ കേതു നമുക്ക് നല്ലതല്ലെന്ന് തോന്നിയാലും നല്ലതാണെന്ന് തോന്നിയാലും കേതുദശയിലും അപകാരകാലങ്ങളിലും ഒക്കെ കഴിയുന്നത്ര ഗണപതി ഭഗവാനെ അങ്ങ് പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ വഴിപാടുകളൊക്കെ ചെയ്യുക. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം അതുപോലെയൊക്കെയുള്ള വഴിപാടുകളിൽ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും കർഗമാലയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ വാങ്ങിച്ചു വയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. വീട്ടിൽ ശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ പാചകം ചെയ്യുന്നത് നിവേദിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അത് കഴിക്കുന്നത് നല്ലതാണ്. ബുധനാഴ്ചയൊക്കെ ഈ പേരയ്ക്കയൊക്കെ വെച്ചിട്ട് അത് കഴിക്കുന്നത് അതൊക്കെ നല്ലതാണ്. കഴിയുന്നത്ര ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഗണപതി ഭഗവാനെ പൂജിക്കുക, ഗണപതി ഹോമങ്ങൾ പക്കനാൾ തോറും നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിൻ്റെ എല്ലാ ഈ നെഗറ്റീവ് വശം കുറഞ്ഞു വരും. തീർച്ചയായിട്ടും അത് മാറി വരും. രേഖാശാസ്ത്രത്തിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആധികാരികമായിട്ടാണ് പറയുന്നത്. അത് ഇപ്പോൾ എങ്ങനെ പറയണമെന്നറിയത്തില്ല. ഇപ്പോൾ വീഡിയോകളൊക്കെ ഓടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നിരാശ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ആൾക്കാർ കാണുമ്പോൾ പല ജ്യോതിഷികളും ഗുരുവായിട്ട് തന്നെ കാണുന്നതാണ് എന്നെ. എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ അതുപോലെയുള്ള വേറെ ജ്യോതിഷികളെ എനിക്കറിയാം. അവരുടെ ഒന്നും വീഡിയോകളൊന്നും ഓടുന്നില്ല. പൊട്ടത്തരം ഒന്നും അറിയാത്തവർ വിളിച്ച് പറയുന്നതെല്ലാം നല്ലതുപോലെ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫേക്കിൻ്റെ പുറകെ പോകാതെ സത്യം കൂടി മനസ്സിലാക്കിയിട്ട് സത്യത്തിൻ്റെ പുറകെ കൂടി പോകാൻ ശ്രമിക്കണം. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലരുടെയും വിധി മാറ്റി എഴുതിയിട്ടുണ്ട്. അവർ പോലും അറിയാതെ തന്നെ പലർക്കും അറിയുകയും ചെയ്യാം. അതെല്ലാം അറിയപ്പെടാതെ പോകുന്നത് അല്ലെങ്കിൽ നമ്മളതിൽ സക്സസ് ആവാത്തത് തീർച്ചയായിട്ടും കേതുവിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് തന്നെയാണ്. കേതു ഗണപതി ഭഗവാനെയൊക്കെ പാലിച്ചാലും ആ കേതു നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ മറുപുറം എന്താണെന്ന് വെച്ചാൽ ഈ കേതു തന്നെയായിരിക്കും നമ്മൾക്ക് ഈ കഴിവുകളെല്ലാം തന്നതും. അങ്ങനെയും നമ്മൾ ചിന്തിക്കണം. ഒരു ഗ്രഹവും അത്ര നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കത്തില്ല, മറ്റൊരു തരത്തിൽ അത് ഗുണവുമായിരിക്കും. നമ്മളിരുന്ന പ്രവചന വീഡിയോകൾ തന്നെ നോക്കിയാൽ മതി. കൃത്യമായിട്ട് ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത്. പക്ഷെ ശ്രദ്ധിക്കപ്പോയിരിക്കുന്നു. ഒരു കുഴപ്പമില്ല, ശ്രദ്ധിക്കേണ്ട. ഭാഗ്യമുള്ളവർക്കേ പഠിക്കാനുള്ളത് ആ കഴിവ് കിട്ടുകയുള്ളൂ. ഭാഗ്യമുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും ഉള്ള കഴിവ് കിട്ടുകയുള്ളൂ. അപ്പോൾ പല വിധത്തിലുള്ള വീഡിയോകൾ ഇടുന്നില്ലേ. ഇതിപ്പോൾ രാശിയിൽ നിൽക്കുന്നത്, അപ്പോഴേ എല്ലാ ഗ്രഹങ്ങളും രാശിയിൽ നിൽക്കുന്നത് പഠിക്കാൻ ശ്രമിക്കണം. ഓരോ ഭാവങ്ങൾ ഇടുന്ന കാണുമ്പോഴേ എല്ലാ ഗ്രഹങ്ങളും ഭാവങ്ങളിൽ നിൽക്കണം. ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് നാളുകളാവത്തില്ലേ. പിന്നെ പലരും പറയാറുണ്ട് ഈ കേതുവിനെ ഇങ്ങനെ നമ്മൾ പ്രസാദിപ്പിക്കാനായിട്ട് പട്ടിയെ, പ്രത്യേകിച്ചും ഈ കറുപ്പും വെളുപ്പും കൂടെ കലർന്ന പട്ടിയെയൊക്കെ വളർത്തിയാൽ മതി. അങ്ങനെ പശുക്കളും ഉണ്ട്, ജേഴ്സി പശു, അങ്ങനെയൊക്കെയുള്ള പശുക്കൾ അങ്ങനെയൊക്കെ മതിയെന്ന് പറയാറുണ്ടെങ്കിൽ പട്ടിയെ വളർത്തണമെന്ന് പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചു വേണം. ചിലപ്പോൾ നെഗറ്റീവ് കേതുവാണെങ്കിൽ ഇതിന് പട്ടികടി കൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് വളരെയധികം ഏത് പരിഹാരം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചു വേണം പരിഹാരങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ ചെയ്യുന്ന പരിഹാരങ്ങൾ മാത്രം ചെയ്യുക. വീടുകളിൽ നടത്തുന്ന പൂജയ്ക്ക് എങ്ങും ഫലം കണ്ടിട്ടില്ല. ഗണപതി ഹോമം പോലെയുള്ളതൊന്നും കുഴപ്പമില്ല. അല്ലാതെ ഈ വലിയ ചിലവാക്കിയൊക്കെ നടത്തുന്ന അവർക്ക് പൂജ തന്നെ അറിയാവുന്ന അറിയത്തില്ല. ചിലപ്പോൾ എതിർ ഫലങ്ങളും സംഭവിച്ചേക്കാം. വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് അമ്പലങ്ങളുണ്ട്, അവിടെ വഴിപാടുകളുമുണ്ട്. അതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്നതാണ് നല്ലത്. ദക്ഷിണയൊന്നും കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഓം നമഃ ശിവായ.